നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ഒക്കെ തരും പഠിക്കാനായിട്ട് കേട്ടോ, ടെൻഷൻ അടിക്കണ്ട. ഓക്കെ മിസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് വരെയല്ലേ മിസ് എടുത്തത് അല്ലേ? ഓക്കെ, അതിൽ ലാസ്റ്റ് ഒരു സെന്റൻസ് മാത്രം ഉണ്ടായില്ലേ പറയാനായിട്ട്. പർച്ചേസിംഗ് ഓഫ് ഹോസ്പിറ്റൽ വാരി അക്കോർഡിംഗ് ടു ദ സൈസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അല്ലേ? പർച്ചേസിംഗ് എങ്ങനെ വ്യത്യാസപ്പെടുന്നത്? ഒരു ഹോസ്പിറ്റലിന്റെ സൈസും അവിടുത്തെ പ്രവർത്തനങ്ങളുമായി അല്ലേ വ്യത്യാസപ്പെടുന്നു. ഇപ്പൊ നമുക്കറിയാം ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ, സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ അല്ലേ, ലാർജ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചോ? അപ്പൊ ഇവിടെ ഈ 3 ഹോസ്പിറ്റലിലുള്ള ഫെസിലിറ്റീസ്, സർവീസുകളൊക്കെ ഒരേപോലെയാണോ? അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് അല്ല അല്ലെ? അപ്പൊ അതിനനുസരിച്ച് വ്യത്യാസപ്പെടില്ലേ ഓരോ ഹോസ്പിറ്റലും പർച്ചേസ് ചെയ്യുന്നത്? അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്, purchasing of hospital vary according to the size and activities of hospital. ഓരോ ഹോസ്പിറ്റലിന്റെ സ്പേസും അല്ലെ അവിടുത്തെ പ്രവർത്തനങ്ങളുമായി പർച്ചേസിംഗ് എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മുടെ സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ചിലപ്പോ അവിടെ എല്ലാ സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരിക്കില്ല അല്ലെ? ചിലപ്പോ അവിടെ ജസ്റ്റ് ഒരു ഫിസിഷ്യനോ അല്ലെങ്കിൽ ഒരു ഗൈനക്കോ അങ്ങനെ 2-3 ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷെ ലാർജ് സൈസ്ഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അങ്ങനെയാണോ? ഓരോന്നിനും ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഒരുപാട് ഫെസിലിറ്റീസും എക്യുപ്മെന്റ്സുകളും എല്ലാം ഉണ്ടാവില്ലേ? അപ്പൊ അവിടുത്തെ പർച്ചേസിംഗിൽ വ്യത്യാസം വരുന്നുണ്ടോ? ക്ലിയർ ആയില്ലേ അത്? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് 3 types of purchase in hospital. ഹോസ്പിറ്റലില് 3 ടൈപ്പ് പർച്ചേസിംഗ് ആണ് നടക്കുന്നത്. നിങ്ങൾക്ക് പറയാമോ ഏതൊക്കെ ടൈപ്പ് പർച്ചേസിംഗ് ഉണ്ടെന്ന്? നമ്മ നിത്യ ജീവിതത്തിൽ തന്നെ ഏതൊക്കെ ടൈപ്പ് പർച്ചേസിംഗ് നടക്കാറുണ്ട്? നിത്യ ജീവിതത്തിൽ തന്നെ ഏതൊക്കെ ടൈപ്പ് പർച്ചേസിംഗ് അറിയാം? ലോക്കൽ പർച്ചേസിംഗ് കേട്ടിട്ടുണ്ടോ? ഗ്രോസറി, ഓക്കെ. ലോക്കൽ പർച്ചേസിംഗ് അല്ലെ, എന്താണ് നമ്മുടെ അടുത്ത് തന്നെയുള്ള അല്ലെ പ്രാദേശികമായിട്ടുള്ള പർച്ചേസിംഗ്, നമ്മുടെ അടുത്ത് നിന്ന് അല്ലെ റീറ്റെയിൽ. ഓക്കെ, ഇതിൽ പറയുന്നത് ലോക്കൽ പർച്ചേസിംഗ്. നെക്സ്റ്റ് എന്താണ്? സപ്ലയേഴ്സിൽ നിന്ന് വാങ്ങാം അല്ലെ. ഒരു ഷോപ്പ് നടത്തുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, ഷോപ്പുകളൊക്കെ അല്ലെങ്കിൽ എന്താണ് അവരെന്ത് ചെയ്യും? ലോക്കലായിട്ട് പ്രാദേശികമായിട്ട് വാങ്ങും. പിന്നെ സപ്ലയേഴ്സ് കൊണ്ടുവരുമല്ലോ, ഓരോ ബ്രാൻഡ് അനുസരിച്ച് അല്ലെ അവര് എന്താണ് ഓരോ ഷോപ്പിൽ വന്ന് ഓർഡർ എടുക്കാറുണ്ടോ അവരെ സാധനങ്ങൾ പ്രൊഡക്റ്റുകൾ വിൽക്കാനായിട്ട്? അപ്പൊ അങ്ങനെ സപ്ലയേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു അല്ലെ. പിന്നെ എന്താണ് നമ്മ പർച്ചേസിങ് ഇമ്പോർട്ട് ചെയ്യാറുണ്ടോ? വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യാറുണ്ടോ? അപ്പൊ ഏതൊക്കെ തരം പർച്ചേസിംഗ് ആണ്? ലോക്കൽ പർച്ചേസിംഗ്, പിന്നെന്താ പർച്ചേസ് ഫ്രം സപ്ലയേഴ്സ്, സപ്ലയേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. മൂന്നാമത് വരുന്നത് ഇമ്പോർട്ട് പർച്ചേസിംഗ് അല്ലെ, എന്താണ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുക അല്ലെ, മെറ്റീരിയൽസ്, ഗുഡ്സുകൾ അല്ലെ, എക്യുപ്മെന്റ്സുകള്, മെഷീനറീസ് ആൻഡ് എക്യുപ്മെന്റ്സുകൾ അല്ലെ. മെഡിസിനുകളൊക്കെ നമ്മൾ ചിലപ്പോ നമുക്ക് കിട്ടാത്ത റെയർ ആയിട്ടുള്ള മെഡിസിൻ അങ്ങനെയൊക്കെ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരാറില്ലേ? ചില രോഗങ്ങൾക്കുള്ള മെഡിസിനുകളൊക്കെ ഹോസ്പിറ്റലില്. അപ്പൊ ലോക്കൽ പർച്ചേസിങ്, പ്രാദേശിക പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാലോ? ആ പേരിൽ തന്നെ ഉണ്ട് പ്രാദേശിക പർച്ചേസിംഗ് എന്ന് പറഞ്ഞു വന്ന് എല്ലാവരും ബികോമാരൊക്കെ ഉണ്ടാവുമല്ലോ ഇതില്. അല്ലാത്തവർക്കും പറയാൻ പറ്റുന്നതാണ് ലോക്കൽ പർച്ചേസിംഗ്. പറഞ്ഞേ, ലോക്കലായിട്ട് അല്ലെ നമ്മുടെ തൊട്ടടുത്ത് നിന്ന് അല്ലെ പ്രാദേശികമായ സ്ഥലങ്ങളിൽ അടുത്തുള്ള പ്ലേസിൽ നിന്ന് വാങ്ങുന്നത്. ഓക്കെ, നോക്കിയേ ലോക്കൽ പർച്ചേസ്. Local purchasing is a preference to buy goods and services which are locally produced rather than those products in distant places. എന്താണ്
നമ്മൾ ഡിസ്റ്റന്റ് പ്ലേസസ് അല്ലെ, വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങാതെ എന്ത് ചെയ്യുന്ന നമ്മുടെ പ്രാദേശികമായിട്ട് അല്ലെ, നമ്മുടെ തൊട്ടടുത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗുഡ്സുകളും സർവീസുകളും നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനെയാണ് ലോക്കൽ പർച്ചേസിംഗ് എന്ന് പറയുന്നത്. എന്താണ്? വിദൂര സ്ഥലങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗുഡ്സുകളും സർവീസുകളും നമ്മൾ സെലക്ട് ചെയ്യാതെ വാങ്ങിക്കാതെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗുഡ്സുകളും സർവീസുകളും പർച്ചേസ് ചെയ്യുന്നതിനെയാണ് ലോക്കൽ പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എല്ലാവർക്കും എങ്ങനെയാണ്? ബാക്കി എല്ലാവർക്കും ഓക്കെ. നെക്സ്റ്റ്, പർച്ചേസ് ഫ്രം സപ്ലയേഴ്സ്. സപ്ലയേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. ഓക്കെ, when the purchase order is required by your suppliers, നമുക്ക് എന്താണ് ഒരു സപ്ലയേഴ്സിൽ നിന്ന് പർച്ചേസ് ഓർഡർ വാങ്ങണം അല്ലെ. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണം? നമുക്ക് പർച്ചേസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു സപ്ലയേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെ അടുത്ത് നിന്ന് നമ്മ ഒരു പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മ പർച്ചേസ് ഓർഡർ കൊടുക്കണോ? പർച്ചേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാലാണ് അല്ലെ നമുക്ക് ഇന്ന സമയത്തിനുള്ളിൽ സാധനങ്ങൾ കിട്ടണം അല്ലെ. ആ ടൈം പീരീഡ് ഉണ്ടാവും അല്ലെ, എത്ര ക്വാണ്ടിറ്റിയിൽ കിട്ടണം അല്ലെ പർച്ചേസ് ഓർഡറിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവില്ലേ. അപ്പൊ എന്താണ് നമുക്ക് ഒരു സപ്ലയേഴ്സിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്താവശ്യമായിട്ട് വരുന്നു? പർച്ചേസിങ് ഓർഡർ നമ്മുടെ സപ്ലയേഴ്സിന് ആവശ്യമായിട്ട് വരുന്നു, റിക്വയർഡ് അല്ലെ, ആവശ്യമായി വരുന്നു. അതെന്താണ് പർച്ചേസിങ് ഓർഡർ എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ് ഫോംസ് എ വാലിഡ് അഗ്രിമെന്റ് ബിറ്റ്വീൻ യു, അതായത് കസ്റ്റമറും യുവർ സപ്ലയേഴ്സ് അല്ലെ. ഒരു കസ്റ്റമറും അവരുടെ സപ്ലയേഴ്സും തമ്മിലുള്ള ഒരു വാലിഡ് അഗ്രിമെന്റ് ആണ് അല്ലെ. അല്ലെ, അഗ്രിമെന്റ് ആണോ? കരാറാണോ? ആണോ? ആണ്. എന്താണ് നിങ്ങൾക്ക് അല്ലെ പർച്ചേസ് ഓർഡർ കൊടുത്തു കഴിയുമ്പോ ആ സപ്ലയേഴ്സ് നമ്മുടെ അടുത്ത് പറയില്ലേ, ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധനങ്ങൾ എത്തിച്ചു തരാം അല്ലെ. വാങ്ങുന്ന കസ്റ്റമർ എന്ത് പറയും? നമുക്ക് ഇത്ര ലീഡ് ടൈം അല്ലെ, ഇത്ര അതായത് ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗുഡ്സുകൾ കിട്ടണം അല്ലെ പറയോ. പിന്നെ എന്ത് പറയും? ഇത്ര ക്വാണ്ടിറ്റിയിൽ വേണം അല്ലെ, ഇത്ര ക്വാണ്ടിറ്റിയിൽ വേണം. പിന്നെ എന്താണ്? സ്പെസിഫിക്കേഷൻസ് അല്ലെ. ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് പറയില്ലേ നമ്മ, സവിശേഷതകൾ എന്തൊക്കെ വേണമെന്ന് അറിയോ? സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ മറ്റവരെന്ത് പറയുന്നു? സപ്ലയേഴ്സ് പറയുന്നുണ്ടോ? ഇവരെ എഗ്രിമെന്റ്, ഇവരെ കരാർ ഓക്കെ പറയുന്നുണ്ടോ? എന്നാലല്ലേ അവിടെ പർച്ചേസിങ് നടക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു കരാറാണ് അല്ലെ. എന്താണ്? നമ്മുടെ സപ്ലയേഴ്സും കസ്റ്റമറും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്, വാലിഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് പർച്ചേസിംഗ് ഓർഡർ. ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട് ദ പ്രൊഡക്ട്സ് ഓർ പ്രൊവൈഡ് എ സർവീസസ്. എന്താണ്? അതെന്താണ്? ആ സർവീസ് അതല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് എന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഓൺ ടൈം അല്ലെ, എന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിന്റെ ടൈം പറയുന്നുണ്ട്. അച്ഛേ പ്രൈസ് അഗ്രീഡ് അല്ലേ, പ്രൈസ് അവർ അഗ്രി ചെയ്യുന്നില്ല, ഇത്ര രൂപക്ക് തരാം അല്ലെ. ആദ്യം തന്നെ അവർ എന്ത് ചെയ്യും? ആ സാധനത്തിന്റെ കോസ്റ്റ് പ്രൈസ് അവര് തമ്മിൽ ഒരു നെഗോസിയേഷൻ നടന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കോ? ഒരു എക്യുപ്മെന്റ് ആണെങ്കിൽ അല്ലെ. ആണോ? അപ്പൊ അതൊക്കെ എന്താണ്? ആ പർച്ചേസിംഗ് ഓർഡറിൽ പറഞ്ഞിട്ട് വ്യക്തമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. When you accept the invoice from your supplier, you can go together with it to the orders and post it to your accounts. അതെങ്ങനെ എന്ത് ചെയ്യുന്ന? നമ്മ എന്താണ്? കസ്റ്റമർ സപ്ലയേഴ്സിന് കൊടുക്കുന്നതാണ് പർച്ചേസ് ഓർഡർ. തിരിച്ചെന്ത് ചെയ്യും? സപ്ലയേഴ്സ് ആ സാധനം ഡെലിവറി ചെയ്യുന്ന സമയത്ത് എന്ത് തരും? കസ്റ്റമർക്ക് എന്ത് കൊടുക്കും? ഇൻവോയ്സ് ബില്ല് അല്ലെ, ഇൻവോയ്സ് കൊടുക്കും. അത് മാറിപ്പോവരുത് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഇൻവോയ്സ് കൊടുക്കും. ഇൻവോയ്സിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും?
ബികോം അല്ലാത്തവർക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ചോദിക്കാട്ടാ. ആ ക്വാണ്ടിറ്റി ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ടായിരിക്കും അല്ലെ, പ്രൈസ്, എമൗണ്ട് അല്ലെ, ടാക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇൻവോയ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ സപ്ലയേഴ്സ് അവരുടെ ഓർഡർ അല്ലെ, ഐറ്റം നെയിം, ഓക്കെ. സപ്ലയേഴ്സ് നമ്മുടെ കസ്റ്റമർ പർച്ചേസ് ചെയ്ത ഡേറ്റ് ഓഫ് ഡെലിവറി, ഓക്കെ. സപ്ലയേഴ്സ് ആ ഐറ്റം ഡെലിവറി ചെയ്യുന്ന സമയത്ത് സപ്ലയേഴ്സ് കസ്റ്റമർക്ക് ആ ഐറ്റം ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഇൻവോയ്സ് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ കസ്റ്റമർ അവരുടെ പോസ്റ്റ് ഇറ്റ് ടു യുവർ അക്കൗണ്ട്സ് അല്ലെ, ഹോസ്പിറ്റലിലെ അക്കൗണ്ട്സിലേക്ക്, ഫിനാൻസ് സെക്ഷനിലേക്ക് അവർ എൻ്റർ ചെയ്യോ വിവരങ്ങള്, ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് അവരെ അക്കൗണ്ടിലേക്ക് അല്ലെ എൻ്റർ ചെയ്യോ. എന്തിനു വേണ്ടിയിട്ടാണ്? ചിലപ്പോ ഫ്യൂച്ചറിൽ ചിലപ്പോ എന്തെങ്കിലും മിസ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെ, എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കാലോ, ഫിനാൻസുമായി ബന്ധപ്പെട്ട്, അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ്, എന്തെങ്കിലും പ്രോബ്ലംസ്, മിസ്മാച്ചിങ് ഒക്കെ വരാം അല്ലെ കണക്കുകളിൽ. ആ സമയത്ത് എന്താണ് ഇവർക്ക് നോക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇവരെന്ത് ചെയ്യുന്നു, ആ ഇൻവോയ്സിന്റെ ഡീറ്റെയിൽസ് ഇവരെ അക്കൗണ്ട്സിലേക്ക് എൻ്റർ ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇത് പർച്ചേസ് ഓർഡർ ആരാണ്? സപ്ലയേഴ്സിന് കസ്റ്റമർ കൊടുക്കുന്നു, മറിച്ച് സപ്ലയേഴ്സ് കസ്റ്റമർക്ക് കൊടുക്കുന്നതാണ് ഇൻവോയ്സ്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ വരാവുന്ന ഭാഗങ്ങളാണ് കേട്ടോ, അതുകൊണ്ടാണ് മിസ് ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യുക. ഇമ്പോർട്ട് ട്രേഡ് മീൻസ് ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം എ ഫോറിൻ കൺട്രി. എന്താണ്? നമ്മ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗുഡ്സുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനെയാണ് ഇമ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത് അല്ലെ. ഇറക്കുമതി ചെയ്യുന്നത് പറയുന്നത് അല്ലെ. ഇപ്പൊ ചില മെഡിസിനുകളാവാം അല്ലെ, ഹോസ്പിറ്റലിൽ ചില റെയർ ആയിട്ടുള്ള മെഡിസിനുകളാകാം, അതല്ലെങ്കിൽ എന്താണ് എക്യുപ്മെന്റ്സുകളാകാം അല്ലെ, അല്ലെങ്കിൽ മെഷീനറീസ് ആകാം. എന്ത് ചെയ്യുന്ന അവർക്ക് അത് ആവശ്യമായി വരുമ്പോൾ അവർ ഫോറിൻ കൺട്രീസിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. അതിനെയാണ് ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയത്? നെക്സ്റ്റ്, in purchasing, the starting point is the recognition of the need for a material on a product. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ, പ്രൊഡക്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, അതൊന്ന് കേട്ടോ. എന്താണ് പർച്ചേസിങ്ങിന്റെ, നമ്മ വാങ്ങുന്നത് പർച്ചേസ് ചെയ്യുന്നതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് അല്ലെ, ആരംഭഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ആ മെറ്റീരിയൽസ്, ആ പ്രോഡക്റ്റിന്റെ ആ പ്രോഡക്റ്റിലെ ആ മെറ്റീരിയലിന്റെ ആവശ്യകത എന്താണ് എന്ന് തിരിച്ചറിയുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മ ഒരു പ്രോഡക്റ്റിനുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാം അല്ലെ, ആ സെന്റൻസ് ഓക്കെയാണ് അല്ലെ. ഇപ്പൊ ഒരു ബാഗ് ഉണ്ടാക്കണം, ആ ബാഗ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? കുറെ മെറ്റീരിയൽസ് വേണ്ടേ? ആ ബാഗ് അല്ലെ, സ്കൂൾ ബാഗ്, ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പോലെ സ്കൂൾ ബാഗ്. അപ്പൊ എന്താണ്? ആ ബാഗ് ഉണ്ടാക്കാനായിട്ട് പെർട്ടിക്കുലർ ആയിട്ടുള്ള മെറ്റീരിയൽ വേണം അല്ലെ. പല ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട് വിപണിയില്. വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ഉണ്ടോ? നമുക്ക് ഈ ലാപ്ടോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് എന്താണ്? വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ബാഗ്, ലെറ്റേഴ്സ് അല്ലെ. അപ്പൊ എന്താണ്? അപ്പൊ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ആ മെറ്റീരിയലിന്റെ ആവശ്യകത എന്താണ് എന്ന് തിരിച്ചറിയുന്നതാണ് പർച്ചേസിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തായിരിക്കും സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പർച്ചേസിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണ്? ആ ഹോസ്പിറ്റലിന്റെ സർവീസുകൾക്ക് അല്ലെ, സേവനങ്ങൾക്ക്, ആ എക്യുപ്മെന്റിന്റെ അല്ലെങ്കിൽ അവർ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഗുഡ്സിന്റെ അല്ലെ, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന്റെ അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ ആവശ്യകത എന്താണെന്ന് തിരിച്ചറിയില്ലല്ലേ. ഇപ്പൊ അവരെന്താണ് ഒരു ഡയറ്ററി സെക്ഷനിൽ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് വേണം, അല്ലെങ്കിൽ ഡയാലിസിസ് സെക്ഷനിൽ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് വേണം. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആ സെക്ഷനിൽ അല്ലെ, ആ യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആ എക്യുപ്മെന്റിന്റെ ആവശ്യകത എന്താണ് എന്ന് തിരിച്ചറിയുക എന്നത് അല്ലെ. ക്ലിയർ ആയോ? എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ. Next, vendor or source selection has
4 സ്റ്റേജ്. അതായത് ഒരു വെണ്ടർ, ഒരു കച്ചവടക്കാരനെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ഒരു മെറ്റീരിയൽ വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണ്. അപ്പൊ അതിന്റെ ആ സോഴ്സ് അല്ലെ, അത് വാങ്ങിക്കുന്നതിന്റെ ഉറവിടം സെലക്ട് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നതിന് 4 സ്റ്റേജുകൾ പറയുന്നുണ്ട്, 4 ഘട്ടങ്ങള്. ഫസ്റ്റ് നോക്കി, സർവീസ് സ്റ്റേജ്. എന്ത് ചെയ്യും, നമ്മളിപ്പോ ഒരു പുതിയ ഡ്രസ്സ് വാങ്ങാൻ പോകുകയാണ്. നമ്മ എന്ത് ചെയ്യും, നമുക്ക് ഓൺലൈൻ ആയിട്ടാണ് വാങ്ങുന്നത്. നമ്മ എന്ത് ചെയ്യും, ഓൺലൈൻ ആയിട്ട് ഒരു പ്രോഡക്റ്റ്, ഒരു ഡ്രസ്സ് വാങ്ങാൻ പോവാണ്. അപ്പൊ നമ്മ എന്ത് ചെയ്യും, സർവേ നടത്തും അല്ലേ. എന്ത് ചെയ്യും, മീഷോയില്, ഫ്ലിപ്കാർട്ടില്, ആമസോണില് ഒക്കെ സെർച്ച് ചെയ്യോ, സർവേ നടത്തോ. എന്നിട്ട് നമ്മ എന്ത് ചെയ്യും, എൻക്വയറി നടത്തും അല്ലേ, ആണോ? രണ്ടാമത് വരുന്നത് അപ്പൊ എന്താ, എൻക്വയറി സ്റ്റേജ് അല്ലേ. ഇപ്പൊ ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് റേറ്റിംഗ് ഒക്കെ നോക്കും. ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് നെഗോസിയേഷൻ ഒന്നും നടക്കില്ല. അപ്പൊ നമുക്ക് ഒരു പ്രോഡക്റ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണ്, നമുക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങണം. നമ്മ എന്ത് ചെയ്യും, സോറി എക്സാമ്പിൾ മാറ്റി പിടിക്കാം. ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണം, എന്ത് ചെയ്യും, നമ്മ നേരെ ഒരു കടയിൽ പോയി വാങ്ങും, നേരിട്ട് ഒരു കടയിൽ പോയി വാങ്ങും? ഇല്ല, 2, 3, 4 കടയിൽ കയറും അല്ലെ. എന്നിട്ട് അവരോടത്ത് അന്വേഷിക്കും, എൻക്വയറി നടത്തോ. എൻക്വയറി നടത്തി കഴിഞ്ഞിട്ട് നമുക്ക് തോന്നും അല്ലെ, സെയിം പ്രൊഡക്റ്റ് ഇന്ന ഷോപ്പിൽ നമുക്ക് റേറ്റ് കുറവിന് കിട്ടും ഇല്ലേ. എന്താണ്, 1000 രൂപ കുറവാണ് ആ ഷോപ്പിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മ എവിടെ പോവും, ആ പറഞ്ഞ ഷോപ്പിൽ പോവും അല്ലെ. കുറവ് സെയിം ക്വാളിറ്റിയില്, സെയിം ക്വാളിറ്റി, സെയിം ബ്രാൻഡ്, നമുക്ക് 1000 രൂപ കുറവിനാണ് അവിടെ പറഞ്ഞത്. അപ്പൊ നമ്മ എന്ത് ചെയ്യും, ആ ഷോപ്പിൽ പോകും. അത് കഴിഞ്ഞിട്ട് അവര് പറയുന്ന പ്രൈസ് ഒക്കെ നമ്മ വാങ്ങുമോ, പറയുന്ന പൈസ ഒക്കെ വാങ്ങുമോ? ഇല്ല അല്ലെ. നമ്മ അവരോട് ഒന്നുകൂടി ചർച്ച നടത്തും അല്ലെ, നെഗോസിയേഷൻ അല്ലെ, ചർച്ചകൾ നടത്തും അല്ലെ, ബാർഗെയിൻ ചെയ്യും. പിന്നെ എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അത് ഡെലിവറി ചെയ്യാൻ പറ്റും അല്ലെ, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അല്ലേ. വാറണ്ടി അല്ലേ, വാറണ്ടി, ഗ്യാരണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ഒരു നെഗോസിയേഷൻ സ്റ്റേജ് ആണ് അല്ലെ മൂന്നാമത്തെ ഘട്ടം. ഫസ്റ്റത്തെ സ്റ്റേജ് എന്താണ്, സർവീസ് സ്റ്റേജ്. രണ്ടാമത്തത് എൻക്വയറി സ്റ്റേജ്. മൂന്നാമത്തത് നെഗോസിയേഷൻ സ്റ്റേജ്. നാലാമത് വരുന്നത് എക്സ്പീരിയൻസ് സ്റ്റേജ്. എക്സ്പീരിയൻസ് സ്റ്റേജ് എന്ന് പറഞ്ഞാല് നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ, അനുഭവം. നമുക്ക് കറക്റ്റ് സമയത്ത് അവർ എത്തിച്ചു തന്നോ അല്ലെ, കറക്റ്റ് സ്റ്റാൻഡേർഡ്, കറക്റ്റ് ക്വാളിറ്റി ഉള്ള സാധനം എത്തിച്ചു തന്നോ അല്ലെ. അപ്പൊ അതാണ് ലാസ്റ്റ് സ്റ്റേജിൽ വരുന്നത്, എക്സ്പീരിയൻസ് സ്റ്റേജ്. സർവീസ്, അവിടെ സർവീസിൽ അല്ലെ. ക്ലിയർ ആയത്? മിസ്സിന് ഇതിൽ പറയാം കേട്ടാ, ഇതിൽ വായിച്ചു തരാം. ഫസ്റ്റ് വരുന്നത് സർവീസ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സർവീസ് സ്റ്റേജ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, എൻക്വയറി സ്റ്റേജ്. നമ്മ അന്വേഷണം അല്ലെ. എന്താണ് സർവേ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധ്യമായ വിതരണക്കാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സർവേ നടത്തല്ലേ. ആരിലാണ് നമുക്ക് ബെറ്റർ ക്വാളിറ്റിയിൽ അല്ലെ, റേറ്റ് കുറവിന് കിട്ടുന്നത്, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന, സർവേ നടത്തുന്നു. രണ്ടാമത് എൻക്വയറി നടത്താം അല്ലെ, നമ്മ അന്വേഷണം നടത്തും അല്ലെ. പ്രൈസ്, അതിന്റെ ക്വാളിറ്റി, അതിന്റെ സ്റ്റാൻഡേർഡ്, അതിന്റെ ഫീച്ചേഴ്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എൻക്വയറി നടത്തും. മൂന്നാമത് വരുന്നതാണ് നെഗോസിയേഷൻ സ്റ്റേജ്. നെഗോസിയേഷൻ സ്റ്റേജിൽ എന്താണ്, ക്വാണ്ടിറ്റി അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ നമ്മ ഇപ്പൊ മെഡിസിനുകള്, അതല്ലെങ്കിൽ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ 1, 2 എണ്ണമാണോ മേടിക്കുന്നത്, ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വാങ്ങും അല്ലെ. ഫാസ്റ്റർ കാസ്റ്റ് അല്ലെ, ഒരുപാട് വാങ്ങില്ലേ. അപ്പൊ എന്താണ്, നെഗോസിയേഷൻ സ്റ്റേജില് ക്വാണ്ടിറ്റിനെ കുറിച്ച് അവര് ചർച്ചകൾ നടത്തുന്നുണ്ട്. ക്വാളിറ്റിയെ കുറിച്ച്, ക്വാളിറ്റി കഴിഞ്ഞിട്ട് ആൻഡ് ലീഡ് ടൈം കേട്ടാ, ക്വാളിറ്റി ആൻഡ് ലീഡ് ടൈം. ക്വാളിറ്റി ആൻഡ് ലീഡ് ടൈം എന്താണ്, ക്വാളിറ്റിയെ കുറിച്ച് അല്ലെ. നമ്മ ഒരു സാധനം, ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ഒക്കെ നമ്മ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ഗുണനിലവാരത്തെ കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. കൂടാതെ എന്താണ്, ലീഡ് ടൈം അല്ലെ. നമ്മ അതിന് ഓർഡർ കൊടുത്തിട്ട് ഡെലിവറി ചെയ്യാൻ, ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ
ഡെലിവറി ചെയ്യാൻ എടുക്കുന്ന ആ ടൈം പീരീഡിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ആ ലീഡ് ടൈമിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ചർച്ചകൾ നടത്തുന്നു. നെക്സ്റ്റ് നോക്കിയേ, ലീഡ് ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെറ്റീരിയൽസ് എന്നാണ് കേട്ടോ, മെഞ്ചല്ല മെറ്റീരിയൽസ്. ലീഡ് ടൈം, ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് the material and getting it to the department. എന്താണ്, ഒരു സാധനം, ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഗുഡ്സ്, അപ്പൊ നമ്മൾ അത് ഓർഡർ കൊടുത്തിട്ട് അത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് കിട്ടാൻ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കിട്ടാൻ എടുക്കുന്ന ആ ടൈം പീരീഡിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. നാലാമത് വരുന്നത് എക്സ്പീരിയൻസ് സ്റ്റേജ് അല്ലെ. ആ പർച്ചേസിൽ നമുക്കുണ്ടായ എക്സ്പീരിയൻസ് അല്ലെ, അനുഭവം എങ്ങനെയായിരുന്നു, ബെറ്റർ ആയിരുന്നോ അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ടൈമിൽ, കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ അല്ലെ, കറക്റ്റ് ലീഡ് ടൈമിൽ നമുക്ക് ആ സാധനം ലഭ്യമായോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എക്സ്പീരിയൻസ്. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഡ്യൂട്ടിഫുൾ അല്ലെ, സോറി ഡ്യൂട്ടിഫുൾ അല്ല, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് ഡ്യൂട്ടി, ഈസ് ഡ്യൂട്ടിഫുൾ വെട്ടി, ഈസ് ഡ്യൂട്ടിഫുൾ വെട്ടിട്ട് ഹാവ് ഡ്യൂട്ടി, purchasing department have duty, spend money judiciously, objectively, honestly and effectively. വേണ്ടേ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പൈസ എങ്ങനെയാണ് ചെലവാക്കേണ്ടത്? വിവേകപൂർവ്വം അല്ലെ. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം പൈസ ചെലവാക്കിയാ പോരെ, വിവേകത്തോടെ അല്ലെ. ആ ഡിപ്പാർട്ട്മെന്റിന്റെ, ആ മെറ്റീരിയലിന്റെ, ആ എക്യുപ്മെന്റിന്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലേ, വിവേകത്തോടു കൂടി, വസ്തുനിഷ്ഠമായി അല്ലെ, ഒബ്ജക്റ്റീവ്ലി വസ്തുനിഷ്ഠമായി, ഹോണസ്റ്റി അല്ലെ, സത്യസന്ധമായി. കളവ് നടത്താൻ പാടുണ്ടോ പർച്ചേസിംഗില്? കള്ളത്തരങ്ങൾ കാണിക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. ഹോണസ്റ്റ്ലി സത്യസന്ധമായി ആൻഡ് ഇഫക്റ്റീവ്ലി ഫലപ്രദമായി അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് ആവശ്യമായ സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്താൽ പോരെ, പോരെ? അല്ലാണ്ട് ആവശ്യമില്ലാണ്ട് ഒരുപാട് അല്ലേ ഓർഡർ ഒന്നും കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ എന്താണ്, എഫക്റ്റീവ്ലി അല്ലേ, ഫലപ്രദമായി പൈസ അല്ലെ, മണി സ്പെൻഡ് ചെയ്യുക, ചെലവാക്കുക. ക്ലിയർ ആയോ ഇത്? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. പിന്നെ നെഗോസിയേഷൻ ഈസ് എ two-way communication between buyer and seller. എന്താണ് നെഗോസിയേഷൻ എന്ന് പറയുന്നത്? ചർച്ച എന്ന് പറയുന്നത് എന്താണ്? ആരൊക്കെ തമ്മിലാണ് ചർച്ച നടത്തുന്നത്? ഹോസ്പിറ്റലുകാരും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റും ആണോ ചർച്ച നടത്തുന്നത് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ? ബയ്യറും സെല്ലറും തമ്മിലുള്ള ഒരു ചർച്ചയാണ് അല്ലെ, കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. അല്ലെ, നെഗോസിയേഷൻ ഈസ് എ two-way communication. നെഗോസിയേഷൻ ചർച്ച എന്ന് പറയുന്നത് എന്താണ്? two-way communication അല്ലെ, രണ്ടുപേരും കൂടി ഇടപെടുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയമാണ്. ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ്? ബയ്യർ ആൻഡ് സെല്ലർ. ബയ്യറും സെല്ലറും തമ്മിലുള്ള ഒരു two-way communication ആണ് നെഗോസിയേഷൻ. Next നോക്കിയേ, negotiation is defined as a discussion on business transaction leading to finalization of purchase and sale contract of goods and services. Negotiation എന്തിലേക്കാണ് നയിക്കുന്നത്? നമ്മൾ ഹോസ്പിറ്റൽ ഈ ബയ്യറും സെല്ലറും തമ്മിൽ എന്തിലേക്ക് നയിക്കുന്ന ഒരു ചർച്ച നടത്തിയിട്ട്? ബിസിനസ് ഇടപാടിലേക്ക് അല്ലെ, ബിസിനസ് ട്രാൻസാക്ഷനിലേക്കല്ലേ. എന്താണ് ആ ഒരു ഫൈനലൈസ് ചെയ്യല്ലേ? ബയ്യറും സെല്ലർ എന്താണ് ഫൈനലൈസ് ചെയ്യും ആണോ? പർച്ചേസ് അതല്ലേ, എന്താണ് പർച്ചേസ് ചെയ്യണോ അല്ലെ? സെല്ലർ എന്ത് വിചാരിക്കും? എന്താണ് ഫൈനലൈസ് ചെയ്യുന്നത്? ആ സാധനം എന്താണ് സെയിൽ ചെയ്യണോ അല്ലെ? ഈ ബയ്യർക്ക് സെയിൽ ചെയ്യണോ എന്നാരാണ്? സപ്ലയേഴ്സ് തീരുമാനിക്കുന്നു. ബയ്യർ ആണെങ്കിൽ എന്താണ് അത് പർച്ചേസ് ചെയ്യണോ എന്നുള്ള അന്തിമ ആ ഡിസിഷനിലേക്ക് നയിക്കുന്നു അല്ലെ, ആ ഗുഡ് ബിസിനസ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഓരോ എന്താണ്
നെഗോസിയേഷൻ എന്തിലേക്കാണ് നയിക്കുന്നത്? ബയ്യറും സെല്ലറും എന്താണ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസുകൾ വാങ്ങണോ അല്ലെങ്കിൽ ആ സാധനം പ്രോഡക്റ്റ് വിൽക്കണോ സെയിൽ ചെയ്യണോ എന്നുള്ള ബിസിനസ് ട്രാൻസാക്ഷനിലേക്ക് ബിസിനസ് ഇടപാടിലേക്ക് നയിക്കുന്നു. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് പറയുന്നത് നെഗോസിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ. നെഗോസിയേഷനെ എന്തുമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഹ്യൂമൻ ബിഹേവിയർ അല്ലെ? ആ ചർച്ച നടത്തുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ നെഗോസിയേഷൻ? ഇപ്പൊ പർച്ചേസിംഗ് മാനേജർ അല്ലെ? പർച്ചേസിംഗ് മാനേജറും എന്താണ് നമ്മുടെ സപ്ലയേഴ്സിലെ ഹെഡും കൂടി ഒക്കെ ആയിരിക്കും അല്ലെ? അങ്ങനെ 2 3 4 വ്യക്തികളായിരിക്കും അല്ലെ നെഗോസിയേഷൻ നടത്തുന്നത്, ചർച്ച നടത്തുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അവരുടെ ആ ഹ്യൂമൻ ബിഹേവിയറിനെ അല്ലെ ആശ്രയിച്ചാണ് നെഗോസിയേഷൻ നടക്കുന്നത്. ക്ലിയർ ആയത്? ഇപ്പൊ നെഗോസിയേഷൻ ചെയ്യാൻ പോയ ആള് പെട്ടെന്ന് ചൂടാവുന്ന ആളാണ് അല്ലെ? അങ്ങനെയൊക്കെയാണെങ്കിൽ ആ ചർച്ച നടക്കൂ? ഒരു കോംപ്രമൈസിനും തയ്യാറാവാത്ത ഒരാൾ അല്ലെ? അപ്പൊ എന്താ ആ ഒരു ചർച്ച അവിടെ പാളിപ്പോവും അല്ലെ? അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് എന്താണ് നല്ലൊരാളായിരിക്കണം നെഗോസിയേഷന് വേണ്ടി പോകാനായിട്ട്. നെക്സ്റ്റ് പറയുന്നുണ്ട് കേട്ടാ, ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് നെഗോസിയേറ്റർ ഓർ നെഗോസിയേഷൻ ടീം. ഒരു ഗുഡ് ഒരു ചർച്ചക്കാരന്റെ അല്ലെങ്കിൽ ഒരു ചർച്ചാ ടീമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കണം? ഓക്കെ, മസ്റ്റ് ഹാവ് എ ഗുഡ് നോളജ് ഓഫ് പെർട്ടിക്കുലർ മെറ്റീരിയൽസ് അല്ലെ? അവര് ആ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സാധനത്തെ കുറിച്ച് അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ പോകുന്ന ആ സാധനത്തെ കുറിച്ച് അവർക്ക് നല്ലൊരു നോളജ് വേണ്ടേ? ഇന്ന മെറ്റീരിയൽസ് അല്ലെ, അല്ലെങ്കിൽ ഇന്ന സാധനം വെച്ചാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിന് ഇത്ര ക്വാളിറ്റി ഉണ്ട് അല്ലെ? അല്ലെ? അങ്ങനെ എല്ലാ കാര്യം ആ മെറ്റീരിയലിനെ കുറിച്ച് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ച് അവർക്ക് A to Z കാര്യങ്ങൾ അറിയണം അല്ലെ? എന്നാലല്ലേ അതിന്റെ ഫീച്ചേഴ്സ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. എന്താണ്? മസ്റ്റ് ഹാവ് എ ഗുഡ് നോളജ് ഓഫ് പെർട്ടിക്കുലർ മെറ്റീരിയൽസ്. ആ മെറ്റീരിയൽസിനെ കുറിച്ച് നല്ല ഒരു അറിവുണ്ടായിരിക്കണം. നെക്സ്റ്റ്, എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻസ് അല്ലെ? ആശയവിനിമയത്തിന്റെ കാര്യക്ഷമത എന്ത് ചെയ്യണം? ഈ നെഗോസിയേറ്റർ സംസാരിച്ച് അല്ലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്തിലേക്ക് നയിക്കണം? പർച്ചേസിംഗിലേക്ക് അല്ലെ? അതല്ലെങ്കിൽ സെയിലിലേക്ക് നയിക്കണോ? വേണോ? അപ്പൊ എന്താ? എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷനിൽ അല്ലെ എന്താണ്? ആശയവിനിമയത്തിലെ കാര്യക്ഷമത ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫൻസീവ് സ്റ്റൈൽ. ഒഫൻസീവായ മാർഗങ്ങളോ അല്ലെങ്കിൽ ഡിഫൻസീവായ സ്റ്റൈലുകളോ ഉൾപ്പെടുത്താൻ പാടുണ്ടോ ചർച്ചയില്? കോപജനകമായ അല്ലെ? ഒഫൻസീവ് എന്ന് പറഞ്ഞാൽ കോപജനകമായ, അതല്ലെങ്കിൽ എന്താണ്? പ്രതിരോധാത്മകമായ സ്റ്റൈലുകൾ ഉൾപ്പെടുത്താൻ പാടുണ്ടോ? പെട്ടെന്ന് ചൂടാവുക അല്ലെ? ഇപ്പൊ ചിലപ്പോ എന്താണ് ചർച്ച നടത്തുമ്പോ എന്താണ് നമുക്ക് എന്താണ് ഈ പർച്ചേസ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് റേറ്റ് കുറവിനൊക്കെ ചോദിക്കാം അല്ലെ? മെറ്റീരിയല് ബാർഗെയിൻ ചെയ്ത് റേറ്റ് കുറവിനൊക്കെ ചോദിക്കോ? അത് കേൾക്കുമ്പോ ഈ സപ്ലയേഴ്സിന് ദേഷ്യം വരാൻ പാടുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്? ചിലപ്പോ അവര് തട്ടിക്കേറില്ലേ? അവരെ മേക്കിട്ട് ചൂടാവാറൊക്കെ ഉണ്ടാവും ചില ആളുകള്, ദേഷ്യമുള്ള ആളുകളാണെങ്കിലും. അപ്പൊ എന്താ? നമ്മ എങ്ങനെയുള്ള ആളുകളാവാൻ പാടില്ല നെഗോസിയേറ്റർ? കോപജനകമായ അതല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്ന ആളുകളാവാൻ പാടില്ല അല്ലെ? ഓക്കെ, നെക്സ്റ്റ്, ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ അല്ലെ? ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ടുള്ളതും എന്താണ്? പെട്ടെന്ന് തീരുമാനമെടുക്കാൻ സാധിക്കുന്നവരുമായിരിക്കണം അല്ലെ? ചിന്തിക്കാൻ കഴിയുന്നവരുമായിരിക്കണം. ചിലപ്പോ എന്താണ് പർച്ചേസ് ചെയ്യാനായിട്ട് എന്താണ് നമ്മുടെ കസ്റ്റമറിന്റെ അടുത്ത് സപ്ലയേഴ്സ് പറയാറുണ്ടോ? ഇത്ര ക്വാണ്ടിറ്റിയിൽ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് ഇത്ര റേറ്റ്, ചീപ്പ് റേറ്റിന് തരാന്നൊക്കെ പറയോ? ചീപ്പ് റേറ്റിന് തരാം അല്ലേ? പറയോ?
അപ്പൊ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ അതിന് തീരുമാനം എടുക്കാൻ പറ്റണ്ടേ? ആ ഒരു ചെറിയ ചർച്ച നടക്കുന്ന ആ പെർട്ടിക്കുലർ ടൈം പീരീഡിന്റെ ഉള്ളിൽ തീരുമാനം എടുക്കണം അല്ലെ? ആണോ? അപ്പൊ എന്താണ്? ക്ലിയർ ആയി വ്യക്തമായിട്ടും വേഗത്തിലും ചിന്തിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം അല്ലെ? ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ് മിസ് ഇങ്ങനെ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എടുത്താൽ അങ്ങനെ പല കാര്യങ്ങളും അവര് ഈ സപ്ലയേഴ്സ് ഇവർക്ക് മുമ്പിൽ നിരത്താം അല്ലെ? സ്ട്രാറ്റജീസ് തന്ത്രങ്ങൾ നിരത്താലോ ഈ മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് വിറ്റ് പോവാനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തോ? അപ്പൊ എന്താ? ആ നെഗോസിയേഷൻ പർച്ചേസ് ചെയ്യാൻ വരുന്ന ആളുകൾ എന്താണ്? വ്യക്തമായും അല്ലെ പെട്ടെന്നും ചിന്തിക്കാൻ കഴിയുന്ന അല്ലെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ആളായിരിക്കണം. നെക്സ്റ്റ് എന്താ? ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽ. ഇന്റർപേഴ്സണൽ സ്കിൽ കേട്ടിട്ടുണ്ടോ? ഇന്റർപേഴ്സണൽ സ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുന്ന സ്കില്ലിനെയാണ് ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നത്. അവരുടെ ഫീലിങ്സ് അല്ലെ? അവരുടെ ഫീലിങ്സ്, അവരുടെ ചിന്തകള് ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവര്. അപ്പൊ എന്തായിരിക്കണം? ഈ നെഗോസിയേറ്റർ ഗുഡ് ഇന്റർപേഴ്സണൽ സ്കില്ല് ഉള്ളവരായിരിക്കണം. അപ്പൊ അവർക്ക് എങ്ങനെ എന്ത് അറിയാൻ സാധിക്കും? നല്ല രീതിയിൽ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഇന്റർപേഴ്സണൽ സ്കിൽ ഉള്ളവരായിരിക്കണം. അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കി സംസാരിക്കാൻ പറ്റണം അല്ലെ? ഇവർക്ക് തിരിച്ച് സപ്ലയേഴ്സ് എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ കസ്റ്റമർ എന്താണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് പറയാൻ പറ്റണം അവരോട് കാര്യങ്ങള് ആണോ? അപ്പൊ എന്താണ്? ഇന്റർപേഴ്സണൽ സ്കിൽ ഉള്ളവരായിരിക്കണം. നോളജ് അബൌട്ട് ലോ ഓഫ് കോൺട്രാക്ട്, കോൺട്രാക്ടിങ്, എഗ്രിമെന്റ്സ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ്. എന്താണ്? കോൺട്രാക്റ്റിനെ കുറിച്ച് അല്ലെ? കരാറുകളുടെ നിയമത്തെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം അല്ലെ നെഗോസിയേറ്റർക്ക്? വേണ്ടേ? കരാറ് നടത്തണമെങ്കിൽ കുറെ നിയമങ്ങളില്ലേ? ആ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ അല്ലെ? കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അറിയുന്ന ആളായിരിക്കണം. കൂടാതെ എന്താണ്? കോൺട്രാക്ട് എഗ്രിമെന്റ്സ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ്. എന്താണ് കോൺട്രാക്ട് എഗ്രിമെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? വിലയെ കുറിച്ച് അല്ലെ? അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു. നെക്സ്റ്റ് ഇതിനൊക്കെ കുറിച്ചൊക്കെ ഉള്ള ഒരു അറിവ് ആ നെഗോസിയേറ്റർക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ലോജിക്കൽ തിങ്കർ അല്ലെ? യുക്തിപരമായി ചിന്തിക്കാൻ കഴിയണം അല്ലെ? വേണ്ടേ? ഒരു പ്രശ്നം ഉണ്ടായി, ആ ചർച്ചയിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്? അത് സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ടാവണോ നെഗോസിയേറ്റർക്ക്? ചിലപ്പോ അവര് രണ്ടുപേരും കൂടി സംസാരിച്ച് ചിലപ്പോ എന്താണ് ഒരു വാഗ്ദാത്തത്തിൽ എത്തിപ്പെടാം അല്ലെ? അപ്പൊ എന്താ? അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അതെന്താ സോൾവ് ചെയ്യാൻ കഴിവുള്ള ഒരു ആളായിരിക്കണം നെഗോസിയേറ്റർ. ലോജിക്കൽ തിങ്കർ ആയിരിക്കണം. നെക്സ്റ്റ് എന്താണ്? ഗുഡ് ലിസണർ അല്ലെ? നല്ല ശ്രോതാവായിരിക്കണം. നിങ്ങൾക്കാണെങ്കിലും അങ്ങനെയുള്ള ആളുകളല്ലേ ഇഷ്ടം? ഗുഡ് ലിസണർ അല്ലെ? ആണോ? നമ്മ ഫ്രണ്ട്സ്, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷെ നമുക്ക് ആരോടായിരിക്കും കുറച്ചും കൂടി അറ്റാച്ച്മെന്റ്? ആരോടായിരിക്കും? നമ്മുടെ വിഷമങ്ങൾ അല്ലെ? അല്ലെ? നമ്മുടെ വിഷമങ്ങള്, നമ്മുടെ സങ്കടങ്ങള്, നമ്മുടെ സന്തോഷങ്ങളൊക്കെ കേട്ടിരിക്കുന്ന ഒരാളല്ലേ നമുക്ക് ഇഷ്ടം? അപ്പൊ എന്താണ്? ഗുഡ് ലിസണർ. നെഗോസിയേറ്റർ എങ്ങനെയുള്ള ആളായിരിക്കണം? ഗുഡ് ലിസണർ ആയിരിക്കണം അല്ലെ? ഇപ്പൊ സപ്ലയേഴ്സ് പറയുന്ന കാര്യങ്ങളാണെങ്കിലും എന്താണ് നമ്മുടെ കസ്റ്റമർ പറയുന്ന കാര്യങ്ങളാണെങ്കിലും കേട്ടിരിക്കുന്ന ആളായിരിക്കണം നെഗോസിയേറ്റർ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമിസ്റ്റിക്. ഇങ്ങനെ നിങ്ങൾ അങ്ങനെയുള്ളവരാണോ? ഒപ്റ്റിമിസ്റ്റിക് ആണോ നിങ്ങൾ എല്ലാവരും? ആണോ? ഒപ്റ്റിമിസ്റ്റിക് ആണോ? ആണല്ലേ? എന്താണ്? ശുഭാപ്തി വിശ്വാസം അല്ലേ? എന്താണ്? നെഗോസിയേറ്റർ അല്ലെങ്കിൽ നെഗോസിയേഷൻ ടീം എന്താണ്? ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരിക്കണം അല്ലെ? ഈ കോൺട്രാക്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ആർക്ക് വേണം ഒരു വിശ്വാസം? സപ്ലയേഴ്സിന് അല്ലെ? ആണോ? അപ്പൊ അങ്ങനെയുള്ള ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരിക്കണം നെഗോസിയേറ്റർ അല്ലെങ്കിൽ നെഗോസിയേഷൻ ടീം.
നെക്സ്റ്റ് ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. എന്താണ്? നല്ല നർമ്മബോധം ഉണ്ടായിരിക്കണം അല്ലെ? എപ്പോഴും സീരിയസ് ആയി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാ മതിയോ? ഇടയ്ക്കൊരു എന്റർടൈൻമെന്റ് വേണം അല്ലെ? അവര് എന്താണ് ചർച്ചകൾ ഒരുപാട് ഇതാവുമ്പോ എന്താണെന്ന് തണുപ്പിക്കുക അല്ലെ? അപ്പൊ എന്താണ്? ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല നർമ്മബോധം ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോസിയേഷൻ. നെഗോസിയേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാമാണ് അല്ലെ? ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? ടു സേഫ് ഗാർഡ് ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾ. എന്താണ്? ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റ് അല്ലെ, താല്പര്യവും അവരുടെ ഗോളും, ലക്ഷ്യവും സംരക്ഷിക്കുക അല്ലെ? അതല്ലേ ശരിക്കും പറഞ്ഞ നെഗോസിയേഷന്റെ ഉദ്ദേശം? അവർക്ക് എന്താണ്? ഹോസ്പിറ്റലിന്റെ താല്പര്യം എന്തായിരിക്കും? ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലെ? നല്ല സർവീസ് കൊടുക്കുക അല്ലെ? ക്വാളിറ്റിയുള്ള സർവീസ് കൊടുക്കുക അല്ലെ? അപ്പൊ എന്താണ്? അതിനാവശ്യമായിട്ടുള്ള കറക്റ്റ് ക്വാളിറ്റിയുള്ള അല്ലെ, ഗുണനിലവാരമുള്ള, അതിന് അനുയോജ്യമായിട്ടുള്ള എന്താണ്? ഹോസ്പിറ്റലിനെ പ്രോഫിറ്റിലേക്ക് നയിക്കുന്ന അല്ലെ, എന്താണ്? ഗുഡ്സുകള്, സർവീസുകള്, എന്താണ് എക്യുപ്മെന്റ്സുകളൊക്കെ പർച്ചേസ് ചെയ്യുക അല്ലെ? എന്താ? ഓർഗനൈസേഷന്റെ, അതായത് ഹോസ്പിറ്റലിന്റെ താല്പര്യവും ലക്ഷ്യവും സംരക്ഷിക്കുക എന്നുള്ളതാണ് നെഗോസിയേഷൻ കൊണ്ടുള്ള ലക്ഷ്യം. രണ്ടാമത് പറയുന്നത് ടു സീ ദാറ്റ് ഓർഗനൈസേഷൻ ഈസ് നോട്ട് ഇൻ ഡിസഡ്വാൻറ്റേജ് പൊസിഷൻ. ഓർഗനൈസേഷനെ എങ്ങനെ കാണാൻ പാടില്ല? പ്രതികൂല സ്ഥാനത്ത് അല്ലെ കാണാൻ പാടുണ്ടോ? എന്താണ്? നമ്മൾ നെഗോസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അനുകൂലമായിട്ടുള്ള ഒരു റെസ്പോണ്ടാണല്ലേ കിട്ടേണ്ടത്? നമ്മ സപ്ലയേഴ്സുമായിട്ട് അല്ലെങ്കിൽ പർച്ചേസിങ്ങിന് വേണ്ടി നെഗോസിയേഷൻ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയുള്ള ഒരു മറുപടി ആയിരിക്കണം അവരുടെ കയ്യിൽ നിന്ന് ലഭിക്കേണ്ടത്? അനുകൂലമായിട്ടാണോ? പ്രതികൂലമായിട്ട് കിട്ടാൻ പാടുണ്ടോ? ക്ലിയർ ആയോ? അപ്പൊ എന്താ? ഓർഗനൈസേഷന്റെ പ്രതികൂല സ്ഥാനത്തല്ലേ എന്നല്ലേ അവര് എന്താണ്? ഓർഗനൈസേഷന് അനുകൂലമായിട്ടുള്ള മറുപടി അല്ലെ, റെസ്പോൺസ് ഉണ്ടാക്കുക. നെക്സ്റ്റ് എന്താണ്? ടു എൻഷുർ ദാറ്റ് ദ ഓർഗനൈസേഷൻ ഗെറ്റ് ഓൾ ബെനിഫിറ്റ്സ് വിച്ച് ക്യാൻ ഈസിലി ആൻഡ് കമ്പാരിറ്റീവ്ലി കം ടു ഇറ്റ് ഇൻ നോർമൽ സർക്കംസ്റ്റൻസസ്. എന്താണ്? ഈ നെഗോസിയേഷൻ നടന്നത് കൊണ്ട് ഹോസ്പിറ്റലിന്റെ നോർമൽ സർക്കംസ്റ്റൻസസ് അല്ലെ, സാധാരണ സാഹചര്യത്തിൽ എന്താണ്? ഹോസ്പിറ്റലിന് ഈസി ആയിട്ട് അല്ലെ, പെട്ടെന്ന് തന്നെ താരതമ്യം എന്താണ്? കമ്പാരിറ്റീവ്ലി എന്താണ്? ഉയർന്ന ബെനിഫിറ്റ്സ് കിട്ടണം അല്ലെ, ഗുണം കിട്ടണോ? ഹോസ്പിറ്റലിന്റെ നോർമൽ സർക്കംസ്റ്റൻസിൽ നിന്നുകൊണ്ട് തന്നെ എന്താണ്? ഹോസ്പിറ്റലിന്റെ ബെനിഫിറ്റ്സ് അല്ലെ, ഈസിലി ആയിട്ട് കമ്പാരിറ്റീവ്ലി വേഗത്തിൽ അല്ലെ എന്താണ്? ഹോസ്പിറ്റലുകാർക്ക് ഗുണം ലഭിക്കുക അല്ലെ? ആണോ? ശരിക്കും നെഗോസിയേഷന്റെ ലക്ഷ്യം എന്താണ്? നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പർച്ചേസിംഗിന്റെ നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ ചർച്ച. പർച്ചേസിംഗിന്റെ നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്കഷൻ. ഓക്കെ, ഡിസ്കഷൻ. അവിടെ എന്താ തീരുമാനിക്കുന്നത്? വിലപേശലെടുക്കും അല്ലെ? ക്വാളിറ്റിയില് ഇതുകൾ നടക്കോ? ക്വാളിറ്റിയില് ഉള്ള ഡിസ്കഷൻ നടക്കോ? ക്വാണ്ടിറ്റിയിലുള്ള ക്വാണ്ടിറ്റി അല്ലെ, ക്വാണ്ടിറ്റിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തുവര്. അപ്പൊ പല കാര്യം എന്നിട്ട് എങ്ങനെയുള്ള തീരുമാനം എടുക്കണം? ഓർഗനൈസേഷൻ അനുകൂലമായിട്ടുള്ളത് അല്ലെ? ആണോ? അപ്പൊ ഒന്ന് നോക്കിയേ നിങ്ങൾ. ഹോസ്പിറ്റലിന്റെ എന്താണ്? നോർമൽ സർക്കംസ്റ്റൻസിൽ നിന്നുകൊണ്ട് തന്നെ എന്താണ്? ഹോസ്പിറ്റലിന് പെട്ടെന്ന് തന്നെ ബെനിഫിറ്റ്സ് ലഭിക്കണം അല്ലെ? ബെനിഫിറ്റ്സ് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. Next, to see that the distant future of the organization is not bargained for the present. നമ്മ എന്താണ്? ഈ ഓർഗനൈസേഷന്റെ അതായത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ വിദൂര ഭാവി കൂടി കണക്കിലെടുത്തായിരിക്കണോ നെഗോസിയേഷൻ നടത്താൻ? ബാർഗൈനിങ് ഒക്കെ നടത്താൻ
വേണല്ലേ. ചിലപ്പോ നമ്മ എന്താണ് ബാർഗെയിൻ ചെയ്യുമ്പോ ഈ പ്രസന്റ് ഇപ്പോഴത്തെ സിറ്റുവേഷനിലുള്ള ബെനിഫിറ്റ്സ് മാത്രം നോക്കിയാൽ മതിയോ? പറ്റില്ല അല്ലെ. എന്താണ് നമ്മുടെ ഫ്യൂച്ചറും കൂടി, ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഫ്യൂച്ചറും കൂടി കണക്കിലെടുത്തായിരിക്കണം നെഗോസിയേഷൻ ചർച്ചകൾ നടത്താനായി. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ്, ensure that the terms and conditions are settled in apparent terms and nothing is left to interpretations which may result in misunderstanding and bitterness. അല്ലെ. എന്താണ് അവര് ഈ കണ്ടീഷൻസ്, ഈ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യുമ്പോ എന്ത് കാര്യം ശ്രദ്ധിക്കണം? ടേംസ് ആൻഡ് കണ്ടീഷൻ അല്ലെ, നിബന്ധനകളും വ്യവസ്ഥകളും വ്യക്തമായി തീർപ്പാക്കിയിട്ടുണ്ട് അല്ലെ. അല്ലെങ്കിൽ എന്തുവരും? ഭാവിയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനും വിറ്റനസിനും കയ്പിനും കാരണമാകോ? ചിലപ്പോ എന്താണ് ലാസ്റ്റ് സമയത്ത് നമ്മളടുത്ത് സപ്ലയേഴ്സ് പറയില്ലേ, എന്താണ് ഞങ്ങൾ ആ പ്രൈസിനല്ല പറഞ്ഞത് അല്ലെ, ഞങ്ങൾ ആ ക്വാണ്ടിറ്റി പറഞ്ഞിട്ടില്ല, അത്രയും ക്വാളിറ്റി പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയോ? വീണ്ടും ഒരു ചർച്ചകള്, ഒരു തർക്കങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? അപ്പൊ എന്താണ് അവര് ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെ, ആ അഗ്രിമെന്റിന്റെ സമയത്ത് വ്യക്തമായി അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനെ കുറിച്ച് വ്യക്തമായി നിബന്ധനകളിൽ തീർപ്പാക്കിയിട്ടുണ്ട് അല്ലെ. അത് പിന്നീട് ഭാവിയില് ഒരു എന്താണ് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനോ അതല്ലെങ്കിൽ ഒരു കയ്പിനോ അല്ലെ ബിറ്റർനെസ്സിനോ കാരണമാകില്ല എന്ന് ഉറപ്പാക്കുക. ക്ലിയർ ആയോ? ഒരു തെറ്റിദ്ധാരണയ്ക്കും ഒരു കയ്പിനും കാരണമാകില്ലെന്ന് അപ്പൊ തന്നെ ഒരു ഉറപ്പ് വരുത്തുക അഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ. നെക്സ്റ്റ്, ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ്, പ്ലാൻ ഓഫ് ആക്ഷൻ ഡിസൈനഡ് ടു അച്ചീവ് എ ലോങ് ടേം aim and tactics are vital parts of negotiation. എന്ന് വെച്ചാല് ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രാറ്റജീസ് തന്ത്രം അല്ലെ. തന്ത്രങ്ങൾ. എന്തിനു വേണ്ടി ഒരു തന്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്? ലോങ് ടേം എയിമിന് വേണ്ടിയിട്ട് അല്ലെ, വിദൂര ലക്ഷ്യത്തിന് വേണ്ടി അവരെന്താ തന്ത്രങ്ങൾ എങ്ങനെയാണ് അല്ലെ, പ്ലാനുകൾ തയ്യാറാക്കുകയാണ് അല്ലെ. അവര് പറയാണ് ഇപ്പൊ ഹോസ്പിറ്റലുകാര് മുൻകൂട്ടി പ്ലാൻ തയ്യാറാക്കുകയാണ്, നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി അവരെടുത്ത് ഓർഡർ ചെയ്യാന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വിലയിൽ വ്യത്യാസം വരുത്തില്ല, അവര് പ്രൈസിൽ വ്യത്യാസം വരുമോ? നമ്മളാണെങ്കിൽ ഇപ്പൊ എന്താണ് ഹോൾസെയിലിൽ സാധനം എടുത്താൽ എന്താണ് നമുക്ക് വിലയിൽ ഒരുപാട് കുറവ് വരുന്നില്ലേ? വരുന്നുണ്ടോ? അങ്ങനെ ഒരുപാട് തന്ത്രങ്ങൾ അവർക്ക് ഡെവലപ്പ് ചെയ്യാലോ ഹോസ്പിറ്റലുകാർക്ക്. അപ്പൊ അങ്ങനെയുള്ള തന്ത്രങ്ങള് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക. കൂടാതെ എന്താണ് and tactics are vital parts of negotiation. ടാക്ടിക്സ് തന്ത്രങ്ങളാണ് നെഗോസിയേഷന്റെ ചർച്ചയുടെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഈ ടാക്ടിക്സ് തന്ത്രങ്ങളാണ്. ക്ലിയർ ആയോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോസിയേഷൻ ക്ലിയർ ആയോ? നെക്സ്റ്റ്, negotiation committee includes of the purchase manager, finance manager, particular person from the user department and most probably administration also. എന്താണ് നമ്മുടെ നെഗോസിയേഷൻ കമ്മിറ്റിയിൽ ആരെല്ലാം ആണ് ഉൾപ്പെടുത്തുന്നത്? പർച്ചേസ് മാനേജർ ഉണ്ടാകുന്നു. ടാക്ടിക്സ് എന്ന് പറഞ്ഞാലും തന്ത്രങ്ങൾ തന്നെയാണ് പറയുന്നത്. തന്ത്രങ്ങൾ. പർച്ചേസ് മാനേജർ ഉണ്ടാവുന്നു, ഫിനാൻസ് മാനേജർ അല്ലെ. ഫിനാൻസ് മാനേജർ എന്തിനാ? അത്രയും ബഡ്ജറ്റ് ഉണ്ടോന്ന് അറിയണം അല്ലെ, ഹോസ്പിറ്റൽ അത്രയും ഫണ്ട് അല്ലെ. ഒരു സാധനം ഹോസ്പിറ്റലിലേക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അപ്പൊ ഫിനാൻസ് മാനേജർ ഉണ്ടാകുന്നുണ്ട്. യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലിലെ യൂസർ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ നമ്മ എന്താണ് പെർട്ടിക്കുലർ പേഴ്സൺ ഫ്രം ദി യൂസർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് നെഗോസിയേഷൻ ടീമില്. ഇപ്പൊ ഡയാലിസിസ് സെന്ററിലേക്കാണ് നമുക്കൊരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു അപ്പാരറ്റസ് മേടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ കൊണ്ടുപോകുന്നു? ഡയാലിസിസ് സെന്ററിൽ നിന്ന് ഒരു ഹെഡ് അല്ലെങ്കിൽ വാങ്ങുന്ന മെറ്റീരിയൽ ഏത്
ഡിപ്പാർട്ട്മെന്റിനാണോ വാങ്ങുന്നത് അവിടുത്തെ ഒരാള് പെർട്ടിക്കുലർ പേഴ്സൺ ആ പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ എക്യുപ്മെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ മെഷീനറീസിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ഒരാളെയാണ് ഈ യൂസർ ഡിപ്പാർട്ട്മെന്റിലെ പേഴ്സൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഡയാലിസിസ് ആണെങ്കിൽ ഡയാലിസിസിൽ നിന്നുള്ള പേഴ്സൺ, അതല്ല എന്താണ് ലാബിലാണെങ്കിൽ ലാബിൽ നിന്നുള്ള ഒരു പേഴ്സൺ. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഈ നെഗോസിയേഷൻ ടീമിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കൂടാതെ മോസ്റ്റ് പ്രോബബ്ലി അഡ്മിനിസ്ട്രേഷൻ ഓൾസോ, അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളെയും കൂടി ഉൾപ്പെടുത്താനുള്ള സാധ്യത കൂടുതലാണ്. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് പ്രോസസ് ഓഫ് നെഗോസിയേഷൻ. നെഗോസിയേഷന്റെ പ്രോസസ് 3 ഫേസസ് ആണ് വരുന്നത്. നെഗോസിയേഷന്റെ പ്രീ നെഗോസിയേഷൻ ഫേസ്, പിന്നെ മീറ്റിംഗ് ഫേസ്, പോസ്റ്റ് നെഗോസിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ്. ഇതാണ് പ്രീ നെഗോസിയേഷൻ ഫേസ്, മീറ്റിംഗ് ഫേസ്, പോസ്റ്റ് നെഗോസിയേഷൻ ഫേസ്. പ്രീ നെഗോസിയേഷൻ ഫേസില് ഫസ്റ്റ് 5 സ്റ്റെപ്പ് ആണ് വരുന്നത്, 5 സ്റ്റെപ്പ്. അതിൽ ഫസ്റ്റ് വരുന്നത്, ആദ്യം വരുന്നത് കറക്റ്റ് ഇൻഫോർമേഷൻസ് അബൌട്ട് ദി മെറ്റീരിയൽ അല്ലെ. മെറ്റീരിയലിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള അല്ലെ വ്യക്തമായിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കണോ. ഇൻഫോർമേഷൻസ് നമ്മ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പോകുമ്പോ വേണ്ടേ, അതിനു വേണ്ടിയാണ് നമ്മൾ ആരാ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളെ ഉൾപ്പെടുത്തുന്നത്. പ്രീ നെഗോസിയേഷൻ ഫേസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? നെഗോസിയേഷന് മുമ്പുള്ള ഘട്ടം അല്ലെ, ചർച്ചയ്ക്ക് മുമ്പുള്ള ഘട്ടത്തിലാണ് അവർ ഈ 5 സ്റ്റെപ്പ് 5 കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ക്ലിയർ ആയത്? പ്രീ നെഗോസിയേഷൻ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചർച്ചയ്ക്ക് മുമ്പുള്ള ഘട്ടം. അപ്പൊ അവർ ആ സമയത്ത് പ്ലാൻ ചെയ്യൂ അല്ലെ, ആസൂത്രണം ചെയ്യൂ അല്ലെ. ആ സമയത്താണ് 5 സ്റ്റെപ്പ്. അപ്പൊ അതിലെന്താ ആദ്യം പറയുന്നത്? കറക്റ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ. മെറ്റീരിയലിനെ കുറിച്ച് അവർ പർച്ചേസ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയലിനെ കുറിച്ച് അവർക്ക് വ്യക്തമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ അറിവുണ്ടായിരിക്കണം. അനാലിസിസ് ചെയ്യുക അല്ലെ, വിശകലനം നടത്തുക. എന്താണ്? കൺസിസ്റ്റ് ഓഫ് ഇൻഫോർമേഷൻ വിത്ത് അതർ ടെൻഡേഴ്സ്. എന്താണ്? ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന് ഒരു സാധനം പർച്ചേസ് ചെയ്യണം. അപ്പൊ അവരെന്ത് ചെയ്യും? എല്ലാ സപ്ലയേഴ്സിനോടും പറഞ്ഞിട്ട് അവര് ടെൻഡർ കൊടുത്തിട്ടുണ്ടാവോ ഹോസ്പിറ്റലുകാർക്ക്? ഞങ്ങൾ ഇത്ര ക്വാണ്ടിറ്റി അല്ലെ, ഇത്ര ക്വാളിറ്റി സാധനം അല്ലെ, ഇന്ന പ്രൈസിന് ഇന്ന ലീഡ് ടൈമിൽ തരാന്നും പറഞ്ഞുള്ള ടെൻഡേഴ്സ് കൊടുത്തിട്ടുണ്ടാവോ? ടെൻഡർ മനസ്സിലായോ? ഇപ്പൊ എന്താണ്, ഇപ്പൊ ഹോസ്പിറ്റലില് ഒരു മെഡിസിൻ ആണ് വാങ്ങിക്കുന്നതെങ്കിൽ ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിലെ നമുക്ക് നമ്മുടെ ചുറ്റും ഇല്ലേ, ഉണ്ടോ? ഒരെണ്ണുള്ളോ? ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉണ്ട് അല്ലെ. അവരെന്ത് ചെയ്യും? ഹോസ്പിറ്റലിന് ടെൻഡർ കൊടുക്കും അല്ലെ. ടെൻഡർ കൊടുക്കോ? ഇന്ന ക്വാണ്ടിറ്റി, ഇത്ര ക്വാണ്ടിറ്റിയിൽ അല്ലെ, ഇത്ര ക്വാളിറ്റിയിൽ അല്ലെ, ഇന്ന പ്രൈസിന് ഞങ്ങൾ സാധനങ്ങൾ തരാന്ന് പറഞ്ഞ് ടെൻഡേഴ്സ് കൊടുക്കുക. അങ്ങനെ പല സപ്ലയേഴ്സ് ഇവർ കൊടുക്കുക. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ ടെൻഡേഴ്സ് പല സപ്ലയേഴ്സിൽ നിന്ന് കിട്ടിയ ഈ ടെൻഡേഴ്സ് ഒക്കെ അവരെന്ത് ചെയ്യും? അനാലിസിസ് നടത്തും അല്ലെ. എന്നിട്ട് എന്താണ് പ്രൈസ് കുറവ്, ഏത് ടെൻഡറാണ് പ്രൈസ് കുറവ് പറഞ്ഞത് അല്ലെ. ഏത് പ്രൈസ് കുറവാണെങ്കിലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ അവർക്ക് ഹോസ്പിറ്റലുകാർക്ക്? ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവരങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും? വിശകലനം ചെയ്യുന്നു. അതാണ് അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വിത്ത് അതർ ടെൻഡേഴ്സ് ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻഡ്. അവരെന്താണ്? ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്? ഹൗ മച്ച് മാക്സിമം വി ക്യാൻ ഡു അല്ലെ. മാക്സിമം ഇവർക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെ, എന്താണ് നമുക്ക് എത്ര പ്രൈസിന് മേടിക്കാൻ പറ്റും, എത്ര ക്വാണ്ടിറ്റി മേടിക്കാൻ പറ്റും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നു. നാലാമത് പറയുന്നത് ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ് അല്ലെ. അവരത് പർച്ചേസ് ചെയ്യാനായിട്ട് അവർക്ക് എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിക്കാമെന്ന് അവര് ഡെവലപ്പ് ചെയ്യുന്നു. സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാം, വികസിപ്പിക്കുകയാണ്. 5ാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? പ്രിലിമിനറി ടാക്ടിക്സ് അല്ലെ. എന്താണ്? ഇവര്
വികസിപ്പിച്ച ഡെവലപ്പ് ചെയ്ത സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ടാക്ടിക്സ് എന്താ അവര് പ്രാവർത്തികമാക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ മിസ് ഒന്ന് എടുത്തത്? അപ്പൊ ടെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സപ്ലയേഴ്സ് പർച്ചേസ് കസ്റ്റമേഴ്സിന് കൊടുക്കില്ലേ? സപ്ലയേഴ്സ് കസ്റ്റമേഴ്സ് കൊടുക്കില്ലേ? അവര് എത്ര ക്വാണ്ടിറ്റിയിൽ അല്ലെ, എത്ര ക്വാളിറ്റിയില്, എത്ര പ്രൈസിന് ലഭ്യമാക്കാമെന്ന് ഒരു ടെൻഡർ കൊടുക്കും. ക്ലിയർ ആയോ ടെൻഡേഴ്സ് എന്താണെന്ന്? ഓക്കെ ആണോ? ഇപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം.